ത്തോളം കാലം എല്ലാ തലമുറയും അദ്ദേഹത്തെ വന്ദിക്കും. പുല്ലിന്മേൽ മഴത്തുള്ളി പോലെയും ഭൂമിമേൽ മഞ്ഞത്തുള്ളി പോലെയും അദ്ദേഹം ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നീതി പുഷ്പിക്കുകയും ചെയ്യും. ചന്ദ്രനുള്ളിടത്തോളം കാലം സമൃദ്ധമായ സമാധാനമുണ്ടാകും. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അദ്ദേഹം ഭരണം നടത്തും. ശത്രുക്കൾ പരാജയപ്പെടുകയും വിരോധികൾ നിലം പതിക്കുകയും ചെയ്യും. നിലവിളിക്കുന്ന ദരിദ്രനെയും നിസ്സഹായനായ സാധുവിനെയും അദ്ദേഹം സംരക്ഷിക്കും. അവശരോട് അലിവ് തോന്നുകയും പാവപ്പെട്ടവരെ പരിപാലിക്കുകയും അവരെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ നാമം അനുഗ്രഹീതമാകട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അത് നിലനിൽക്കട്ടെ. അദ്ദേഹം വഴി സകലരും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവിടുന്ന് മാത്രം അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ തിരുനാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. അവിടുത്തെ മഹത്വത്താൽ ഭൂമി നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജ്ഞാനത്തിന്റെ രശ്മികൾ പ്രസരിപ്പിച്ച് അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ ജനത്തെ പ്രകാശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത അങ്ങയുടെ ദാസനും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായെ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കത്തക്ക വിധം പ്രകാശരശ്മികൾ പ്രസരിപ്പിക്കുന്ന ദീപമായി ഉയർന്ന പീഠത്തിൽ സ്ഥാപിക്കണമേ. അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനും വേണ്ടി കർത്താവേ, അങ്ങയുടെ അധികാരത്തിന്റെ അംശവടി ഇദ്ദേഹത്തിന് നൽകണമേ. അജഗണത്തിന്റെ ഇടർച്ചയ്ക്ക് കാരണമാകുന്ന എല്ലാ ശക്തികളെയും ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ അകറ്റണമേ. വഴിതെറ്റിയവർ ഇദ്ദേഹത്തിന്റെ പ്രബോധനത്താൽ സത്യവിശ്വാസത്തിന്റെ ആലയിലേക്ക് തിരികെ വരട്ടെ. ബലഹീനർ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ ശക്തരാകട്ടെ. ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ വഴി ദൈവികമായ വൻകാര്യങ്ങൾ സഭയിൽ നിറവേറട്ടെ. അങ്ങനെ അങ്ങയുടെ തിരുനാമം പ്രകീർത്തിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സഭയെ വളർത്തേണം, അവളിൽ ശാന്തി വിതച്ചെന്നും പരിപാലിച്ചു നയിക്കണം. നിന്റെ പുരോഹിത വൃന്ദത്തെ പരിപാവനമായി കാക്കേണം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അജപാലകനാം കർത്താവേ, സഭയെ കാത്തുഭരിക്കേണം. കൃപയുടെ തണലിൽ നീയവളെ സദയം കാത്തു വളർത്തേണം. അവളടയുന്നോ നിന്നരികിൽ ശരണം നീയെന്നോതുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിൻ മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറയുന്നു. ദൂതർ നിന്നെ നമിക്കുന്നു. സഭയും നിന്നെ വണങ്ങുന്നു. നിൻ ഭവനത്തിലണഞ്ഞവരും നന്ദി നിറഞ്ഞു പുകഴ്ത്തു
നൽകുന്നു. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം സ്വീകരിക്കുന്നതിനൊരുങ്ങുന്ന അഭിമന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർച്ച് ഡീക്കൻ വിശ്വാസി സമൂഹത്തോട് ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദരരെ, നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്ഥാനാരോഹണ കർമ്മത്തിലെ ഏറ്റവും പ്രധാന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന ശുശ്രൂഷ പദവി അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന് നൽകണമേ എന്ന് കാർമികൻ പ്രാർത്ഥിക്കുകയും മഹനീയമായ ഈ ദൗത്യ നിർവഹണത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന് നവമായി ലഭിക്കാൻ നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പ്രധാന അജപാലകനും നിത്യപുരോഹിതനുമായി ഈശോയെ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവം സ്വീകരിക്കണമേ. നിന്റെ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തെ ഈ ശുശ്രൂഷ പദവിയിൽ സ്ഥിരീകരിക്കണമേ. കർത്താവേ, നിന്റെ രക്തം ചിന്തി രക്ഷിച്ച വിശ്വാസികളുടെ മേലുള്ള അധികാരം ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ഉചിതമായ കിരീടം ഇദ്ദേഹത്തിന്റെ ശിരസിൽ ചാർത്തുകയും ദൈവികമായ ശക്തിയിൽ ഇദ്ദേഹത്തെ ഉറപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ജനത്തെ നീതിയോടെ ഭരിക്കാനും സ്നേഹത്തിൽ അനുരഞ്ജിപ്പിക്കാനും പരിശുദ്ധിയിൽ പരിപോഷിപ്പിക്കാനും ഇദ്ദേഹത്തെ ശക്തനാക്കണമേ. ദൈവികമായ സൗഭാഗ്യം ഈ ലോകത്തിലും വരാനിരിക്കുന്ന രാജ്യത്തിലും നുകരാൻ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിലൂടെ സ്ഥാപിതമായ അങ്ങയുടെ സഭയുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശുദ്ധിയിൽ വളർത്താനും ഇദ്ദേഹത്തിന് ശക്തി നൽകണമേ. സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സംഘാതാത്മകതയിലും ഈ സഭയുടെ മക്കൾക്ക് ആധ്യാത്മിക ഭക്ഷണം നൽകാനും നിന്റെ രാജ്യത്തിലേക്ക് അവരെ നയിക്കാനും കൃപയുടെ വസതികളിലേക്ക് അവരെ എത്തിക്കാനും ഇദ്ദേഹത്തിനിടയാകട്ടെ. ഈ സഭയുടെ സുവിശേഷ പ്രബോധനത്തിലൂടെ അനേകരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ആനയിക്കാൻ ഇദ്ദേഹത്തിന് ശക്തി ലഭിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈ പ്രാർത്ഥനയോടെ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്നു. തുടർന്ന് കാർമികൻ മേജർ ആർച്ച് ബിഷപ്പിനെ ചുവന്ന മുടി ധരിപ്പിക്കുകയും അംശവടി നൽകുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ആനയിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ആലപിക്കുന്ന കീർത്തനത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ കർമ്മത്തിന്റെ സമാപനാശീർവാദം നൽകുകയും ചെയ്യുന്നു. നമുക്കിരിക്കാം.
മൈക്ക്. കർത്താവ് തന്റെ കൃപയുടെ ദാനം അങ്ങയിൽ പൂർത്തിയാക്കട്ടെ. അവിടുത്തെ തിരുമനസ്സിന് പ്രസാദിക്കുന്ന പാതയിൽ ചരിക്കുവാൻ അങ്ങയെ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ലൊരിടയനിതാ, ദൈവജനത്തിനിടയനിതാ, ദൈവപിതാവിൻ തിരുസുതനാകും പാവനനാം നല്ലിടയനിതാ, പാവനനാം നല്ലിടയനിതാ. പ്രവാചകന്മാർ മുന്നേ നൽകി വാഗ്ദാനത്തിൻ പുത്രനിതാ, വാക്കുകൾ സകലം കാക്കുവനന്യൻ വാത്സല്യത്തികവാർനിടയൻ, വാത്സല്യത്തികവാർനിടയൻ. ഇടയനിതാ, നല്ലൊരിടയനിതാ, ദൈവജനത്തിനിടയനിതാ, ദൈവപിതാവിൻ തിരുസുതനാകും പാവനനാം നല്ലിടയനിതാ, പാവനനാം നല്ലിടയനിതാ. ആടിനെ ജീവൻ നൽകിപ്പോരും തേടി നടക്കുന്നിടയനിതാ, കുന്നുകൾ താഴ്വര തോറുമഞ്ഞു ആടിനെ നോക്കും ഇടയനിതാ, ആടിനെ നോക്കും ഇടയനിതാ. ഇടയനിതാ, നല്ലൊരിടയനിതാ, ദൈവജനത്തിനിടയനിതാ, ദൈവപിതാവിൻ തിരുസുതനാകും പാവനനാം നല്ലിടയനിതാ, പാവനനാം നല്ലിടയനിതാ. മുള്ളുകളിടയിൽ പിടയും ആഴി പാരി പുണരും ഇടയനിതാ, നൊമ്പരമറിയും അജപാലകന കണ്ണീരൊപ്പും ഇടയനിതാ, കണ്ണീരൊപ്പും ഇടയനിതാ. ഇടയനിതാ, നല്ലൊരിടയനിതാ, ദൈവജനത്തിനിടയനിതാ, ദൈവപിതാവിൻ തിരുസുതനാകും പാവനനാം നല്ലിടയനിതാ, പാവനനാം നല്ലിടയനിതാ. മേജർ ആർച്ച് ബിഷപ്പ് നൽകുന്ന സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവായ ദൈവമേ, എളിയവനായ എന്നെ മഹത്വമേറിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തിയ അങ്ങേ ഞാൻ വാഴ്ത്തുന്നു. എന്റെ സംരക്ഷണത്തിലും ഉത്തരവാദിത്വത്തിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് തന്നെ വിശുദ്ധീകരിക്കുകയും ഭരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. സിറോ മലബാർ സഭയെ അങ്ങയുടെ തിരുവിഷ്ടത്തിന് യോജിച്ച വിധം നയിക്കുവാൻ വേണ്ട ശക്തിയും വിവേകവും എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ കൃപയുടെ വലതുകരം എന്നും എൻ്റെ മേലുണ്ടായിരിക്കട്ടെ. എന്റെ ഹൃദയത്തെ ദിവ്യമായ സ്നേഹത്താൽ നിറയ്ക്കണമേ. വിശുദ്ധരുടെ പാദങ്ങൾ പിന്തുടരുവാനും പരിശുദ്ധമായി ജീവിക്കുന്നതിനെ അങ്ങയുടെ ജനത്തിന് പ്രചോദനം നൽകാനും എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ എളിയദാസനായി ഞാനും അങ്ങ് തെരഞ്ഞെടുത്ത വൈദിക മേലധ്യക്ഷന്മാരും ഞങ്ങളുടെ സഹശുശ്രൂഷകരായ വൈദികരും ശംശാനമാരും സഭയിൽ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സഹപ്രവർത്തകരും സമർപ്പിതരും ദൈവജനം മുഴുവനും അങ്ങയുടെ മഹത്വത്തിന്റെ ദിനം ഉദയം ചെയ്യുമ്പോൾ
അനുഗ്രഹദായകമായ അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്കിരിക്കാം. സന്തോഷകരവും ഹൃദയസ്പർശിയുമായ ഒരു രംഗത്തിനാണ് നാം ഇപ്പോൾ സാക്ഷികളാകുന്നത്. സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദിക മേലധ്യക്ഷന്മാരും ആശ്ലേഷിച്ചുകൊണ്ട് തങ്ങളുടെ ആദരവും സ്നേഹവും സഹകരണവും പ്രകടിപ്പിക്കുന്നു. Sosagavun Teruvelan Shorarama Veskasa Slosa Teruve Sarina Kasia Slosa Teruve Evakina Slosa Teruve Slosate huve sanvartaloration Slosate huve sanvartaloration Slosate huve sagara Slosate huve nantora Slosate huve pirmadtarusa Slosate huve pisani sarmal paro